ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. മൂന്ന് സ്റ്റെപ്പ് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന മൂന്ന് സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആട്ടോ. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആക്കാനും ഈവൻ ടോണൊക്കെ ആക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ബാർലി. നമ്മളിങ്ങനെ സ്കിൻ കെയറിന് ബാർലി ഇങ്ങനെ പൊതുവെ ഉപയോഗിക്കൽ കുറവാണ്. അത് അറിയാൻ വയ്യാത്തോണ്ടായിരിക്കാം, എനിക്കത് അറിയില്ല. സ്കിൻ ടോണിന് ഉപയോഗിക്കുന്നത്, സ്കിൻ കെയറിന് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഞാനിപ്പോൾ അത് അറിഞ്ഞതിന് ശേഷമാണ് ഞാനും ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഫേഷ്യലോട്ട് പോകാം. മൂന്ന് സ്റ്റെപ്പുള്ളൂ. ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും മാസ്ക് മാത്രം നമ്മൾ ഈ ഫേഷ്യലോട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫേഷ്യൽ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഫേഷ്യലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബാർലി. ഇത് വേവിച്ച ബാർലിയാണ് കേട്ടോ. വേവിച്ച ബാർലി നമുക്ക് വേണ്ടത്. ബാർലിയുടെ പൗഡർ ചൂടുവെള്ളത്തിൽ കുറച്ചിട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചു കിട്ടും. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. നമ്മൾ 1 ടീസ്പൂൺ നമ്മൾ ഈ ഒരു വേവിച്ച ബാർലി മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഫേസിൽ നമ്മളൊന്ന് 1 മിനിറ്റോളം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നിങ്ങളുടെ ഫേസ് വാഷ് വെച്ചിട്ട് വേണം ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്ലെൻസിങ് യൂസ് ചെയ്യാൻ. കാരണം ഇത് മൈൽഡ് ക്ലെൻസിലാണ്, നമ്മുടെ ഫേസിൽ അങ്ങനെ അങ്ങോട്ട് അഴുക്കങ്ങോട്ട് പോകില്ല. അപ്പോൾ ഇങ്ങനെ വേണം. അപ്പോൾ ഡബിൾ ക്ലെൻസിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടില്ലേ. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബിങ്. സ്ക്രബിങ്ങിന് വേണ്ടി കുറച്ച് കോഫി പൗഡറും ഈ വേവിച്ച ബാർലിയും പിന്നെ ഫ്രഷ് അലോവേര ജ്യൂസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ കാണിക്കാതെ. അപ്പോൾ നമ്മൾ ഇത് ഫേസിലിട്ടുന്ന 2 മിനിറ്റ്സോളം നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ജെന്റിലായിട്ടുള്ള സ്ക്രബ്ബറാണ്. നിങ്ങൾക്ക് ഗ്രാനൂൾസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ നമുക്ക് ചേർക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ്സോളം മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആകും. ഈ സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ഫേസിൽ റിസൾട്ട് ഉണ്ടോ, നല്ലപോലെ ഗ്ലോ ആവട്ടെ. നല്ല സോഫ്റ്റ്, നല്ല ഗ്ലോ ആണ്. നിങ്ങൾ വിശ്വസിക്കില്ല ഇത് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയത് മനസ്സിലാവും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത്. മാസ്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ വേവിച്ച ബാർലിയിലോട്ട് കുറച്ച് ഹണിയും പിന്നെ ടൊമാറ്റോയുടെ പൾപ്പും കുറച്ച് റാഗി, ഒരു 1/2 ടേബിൾ സ്പൂണോളം റാഗിയും ഇത് മിക്സ് ചെയ്യുന്നത് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇത് ഫേസിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചാൽ മതി. ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോട്ടെ. ഇൻട്രൊഡക്ഷനുള്ള എൻ്റെ ഫേസും ഇപ്പോഴത്തെ എൻ്റെ ഫേസും തമ്മിലുള്ള ആ ഒരു ഗ്ലോയുടെ വ്യത്യാസം കണ്ടോ. ഇത് നല്ലപോലെ റിസൾട്ട് എന്നൊരു ഫേഷ്യലാണ്. ഫസ്റ്റ് യൂസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യണത്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ഗ്ലോ ആവട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ വളരെ ഗ്ലോ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. പിന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിത് ഒരു മന്തിൽ നമുക്കൊരു 2 ടൈംസ് വെച്ച് ഫേഷ്യൽ ചെയ്യുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രബ്ബർ ആണെങ്കിലും ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഒന്നുമില്ല, മൈൽഡ് സ്ക്രബ്ബറേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ദോഷമൊന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്റെ ടിപ്സ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.